നമസ്കാരം, ഫോർട്ടുഗ ന്യൂസിലേക്ക് സ്വാഗതം. ഉത്തർപ്രദേശ് ഉൾപ്പെടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഭരിക്കുന്ന ബി.ജെ.പി. സർക്കാരിന്റെ അധികാര ദുർവിനിയോഗവും മതപക്ഷപാതവും ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നതാണ് വഖഫ് ഭേദഗതി ബില്ലിനെതിരായ സമാധാനപരമായ പ്രതിഷേധങ്ങൾക്ക് പിറകെ ഭരണകൂടം സ്വീകരിച്ചിരിക്കുന്ന നടപടികൾ. അത്തരത്തിൽ ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ ഉത്തർപ്രദേശിൽ നിന്നും പുറത്തു വരുന്നത്. മുസഫർ നഗറിൽ കറുത്ത ബാഡ്ജ് അണിഞ്ഞ പ്രതിഷേധം രേഖപ്പെടുത്തിയ മുസ്ലിം യുവാക്കൾക്ക് 2 ലക്ഷം രൂപയുടെ ബോണ്ടുകൾ കെട്ടിവയ്ക്കാനാണ് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. പ്രതിഷേധം നടത്തുന്നവരെ ഭീഷണിപ്പെടുത്താനും ഭയപ്പെടുത്താനും നിയമ സംവിധാനത്തെ ഉപയോഗിക്കുന്നതിൽ ബി.ജെ.പി. സർക്കാർ വീണ്ടും അഭ്യാസം കാണിക്കുകയാണ്. മാർച്ച് 28-ന് റമദാനിലെ അവസാന വെള്ളിയാഴ്ച പള്ളികളിൽ കറുത്ത ബാഡ്ജ് അണിയുന്നതിലൂടെ പ്രതിഷേധം രേഖപ്പെടുത്തിയ 24 പേർക്കാണ് സിറ്റി മജിസ്ട്രേറ്റ് വികാസ് കശ്യപിന്റെ നോട്ടീസ് ലഭിച്ചത്. പോലീസിന്റെ ഏകപക്ഷീയമായ റിപ്പോർട്ട് അടിസ്ഥാനമാക്കിയാണ് ഇവർക്കെതിരെ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാണെന്ന് പോലീസ് അവകാശപ്പെടുന്നുണ്ട്. ബില്ലിനെതിരായ പ്രതിഷേധം രാജ്യത്താകമാനം മുന്നോട്ട് കൊണ്ടുപോയത് ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിന്റെ നേതൃത്വത്തിലായിരുന്നു. സമാധാനമായ ഈ പ്രതിഷേധത്തിന് മറുപടിയായി കർശനമായ നടപടികളായിരുന്നു ബി.ജെ.പി. ഭരണകൂടം കൈക്കൊണ്ടിരുന്നത്. ഇത്തരത്തിൽ ഒരു പ്രതിഷേധവുമായി മുന്നോട്ട് വന്നതിൽ ബി.ജെ.പി. ഭരണകൂടത്തിന് അതൊന്നും സഹിക്കാനായിട്ടില്ലെന്ന് തന്നെയാണ് ഇതൊക്കെ വ്യക്തമാക്കുന്നത്. പ്രതിഷേധക്കാർ പൊതുക്രമം തകർക്കുകയോ സംഘർഷം സൃഷ്ടിക്കുകയോ ചെയ്തിട്ടില്ലെന്ന നോട്ടീസ് ലഭിച്ചവർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. 288 അംഗങ്ങളുടെ പിന്തുണയോടെ ലോക്സഭയിൽ പാസായ വഖഫ് ഭേദഗതി ബിൽ രാജ്യസഭയിലും 128 അംഗങ്ങളുടെ പിന്തുണയോടെ പാസാക്കുകയാണ് ചെയ്തത്. കിരൺ റിജിജുവാണ് ഇരു സഭകളിലും ബിൽ അവതരിപ്പിച്ചത്. ബില്ലിനെതിരെ കോൺഗ്രസ്, AIMIM, മുസ്ലിം ലീഗ്, ആം ആദ്മി പാർട്ടി എന്നിവയും അദ്ദേഹത്തിന്റെ ജനപ്രതിനിധികളായ മുഹമ്മദ് ജാവേദ്, അസദുദ്ദീൻ ഉവൈസി, അമാനത്തുള്ള ഖാൻ എന്നിവർ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ബിൽ മുസ്ലിം സമുദായത്തോട് വിവേചനപരമാണെന്നും മൗലികാവകാശങ്ങൾ ലംഘിക്കുന്നതാണെന്നും ഹർജികൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഭീകര വിരുദ്ധതയുടെ പേരിൽ നിയമങ്ങൾ കൊണ്ടുവന്ന ഭരണകൂടം മുസ്ലിം വിഭാഗത്തെ ലക്ഷ്യമിടുന്ന നീക്കം ഇതുവരെ പലതവണ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഇപ്പോഴത്തെ നടപടിയും അതിന്റെ തുടർച്ച തന്നെയാണ്. ജനാധിപത്യത്തിന്റെ പേരിൽ അധികാരം നേടിയ ഭരണകൂടം അതിന്റെ വേരുകൾ തന്നെ വെട്ടിമാറ്റാൻ ശ്രമിക്കുന്ന ഈ നീക്കം ശക്തമായി പ്രതിഷേധിക്കപ്പെടേണ്ടത് തന്നെയാണ്. അധികാരത്തിന്റെ ബലത്തിൽ യഥാർത്ഥത്തിൽ എല്ലാം തന്നെ അടിച്ചമർത്താൻ ശ്രമിക്കുകയാണ് ബി.ജെ.പി. സർക്കാർ. ഇതിനും വലിയ തെറ്റായ രീതിയിലുള്ള പ്രതിഷേധങ്ങളും നടപടികളും ബി.ജെ.പിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ട് കൂടി ഇത്തരത്തിലുള്ള നടപടികൾ ഒന്നും ഒരു ഗവൺമെന്റും മുന്നോട്ട് കൊണ്ടുവന്നിട്ടില്ല എന്നത് ശ്രദ്ധേയപരമായ ഒരു കാര്യം തന്നെയാണ്. വന്ന് ഇന്ത്യയിൽ ഇപ്പോൾ പല വിചിത്ര നടപടികളാണ് സ്വീകരിക്കപ്പെടുന്നത്.